ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പീസ് പേപ്പറും 2 സ്റ്റിക്കും വേണം. അതിനുശേഷം ഈ പേപ്പർ ഇതുപോലെ ചുരുട്ടിയെടുക്കണം. നമുക്ക് കൈവച്ച് ചുരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് വെച്ച് ചുരുട്ടിയെടുക്കാം. സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ഇത് ചുരുട്ടാനല്ല കേട്ടോ, വേറൊരു ആവശ്യത്തിനാണ്. അപ്പോൾ നമുക്കിതുപോലെ നല്ലപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് എടുക്കേണ്ടത് ആ ഒരു 2 സ്റ്റിക്കാണ്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്റ്റിക്ക് നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നടുവൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ 4ആയി എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നേരത്തെ ചുരുട്ടി വെച്ച ആ ഒരു പേപ്പർ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗോൾഡൻ കളറാണ് വേണ്ടത്. അതിനുവേണ്ടി ആദ്യം അതിൻ്റെ മുകളിൽ ഒരു ബേസായിട്ട് കോപ്പർ കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളറും കൂടെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് നമുക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലെ എഴുത്തൊക്കെ ഉള്ളത് കാരണം അതിങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ 2 കോട്ട് അടിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡായിട്ട് നിന്നോളും. ഓക്കെ, അപ്പോൾ കളറൊക്കെ അടിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉണക്കാൻ വേണ്ടി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതും ഇതുപോലെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ഒറ്റ കോട്ട് ചെയ്താൽ മതി, കാരണം അത് ഓൾറെഡി ആ ഒരു കളറിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഒരു പേപ്പർ ഉണങ്ങിയതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ ഷേപ്പിലോ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് തന്നെ എടുത്തുന്നേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് ഗ്ലൂ ചെയ്തെടുക്കണം. നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലവർ പോട്ട് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇത് നമ്മൾ ചെറുതോ വലുതോ ആക്കാനായിട്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇവിടെ ഗ്ലൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആ 4 സ്റ്റിക്കും ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. നമ്മുടെ സ്റ്റൂളിൻ്റെ ഒക്കെ ആ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്ലൂ ഗണ്ണ് ആ ഒരു സ്റ്റിക്കിൻ്റെ 4 ഭാഗത്തും ഇതുപോലൊരു ബട്ടൺ പോലെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അടിയിലായിട്ടും ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ബട്ടൺ പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഗോൾഡൻ കളർ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് താഴെ വെക്കാനുള്ള ആ ഒരു ഇതും പിന്നെ ആ ഒരു സ്റ്റിക്ക് നന്നായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ ആ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ പോട്ട് സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് പോട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.